പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാനസ തന്റെ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിഷിയെ. ഇതേ തുടർന്ന് നിഷിയെ അകറ്റി നിർത്തണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. ഇതോടെ നിഷി തന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മാനസ അങ്ങനെ പെരുമാറുന്നത് എന്ന് തിരിച്ചറിയുകയും ഇതേ തുടർന്ന് തിരികെ സംഗീതയെ ചെന്ന് കാണുകയും ചെയ്യുന്നു. സംഗീതയോട് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ പോകുന്നില്ലല്ലോ, ആ മാനസ എന്നോട് അടുക്കുന്നില്ല, മാത്രവുമല്ല അവളോട് ഇപ്പോൾ അടുക്കുന്നതിനായി തന്ത്രപൂർവ്വം ഞാൻ ആഭരണങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായിരിക്കുകയാണ് എൻ്റെ പ്രതീക്ഷകൾക്ക്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഉത്തരം ഉടനെ എനിക്ക് കിട്ടിയേ പറ്റുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ആലോചിക്കട്ടെ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സംഗീത. നമ്മൾ ഇവിടേക്ക് വന്നതിന് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നമ്മൾ നടത്തിയെടുക്കുക തന്നെ ചെയ്യും. അല്ലാതെ പിറകോട്ട് പോകാൻ നമ്മൾ തയ്യാറല്ല. ഈ കാര്യം മറക്കാതെ മുന്നോട്ട് പോവുകയാണ് നമ്മൾ വേണ്ടത്. നീ എന്തായാലും ആദ്യം ചെയ്യേണ്ടത് ആ കൃഷിന്റെ മനസ്സിലേക്ക് വീണ്ടും കയറിപ്പറ്റാൻ ശ്രമിക്കുക എന്നതാണ്. അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നീ ചെയ്യണം. കൂടുതൽ അവനോട് അടുത്ത് ഇടപഴകുകയും വേണം. ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ കൃഷാണ് അടുക്കാതെ ഇങ്ങനെ അകന്നു നിൽക്കുന്നത്. എന്താണ് അവന്റെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ തന്ത്രത്തിൽ അവന്റെ മനസ്സിൽ കയറിപ്പറ്റാൻ ശ്രമിക്കുമ്പോഴാണ് അവൻ ഈ അകൽച്ച കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. പക്ഷെ മോളെ, ഇനി അധികം സമയമില്ല. വിവാഹത്തിന്റെ തീയതികൾ അടുത്തു വരികയാണ്. തന്ത്രപൂർവം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയില്ല എങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നത് കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളാണ്. ആ കാര്യം നീ മറക്കരുത്. അതുകൊണ്ട് തന്നെ നീ കാര്യങ്ങൾ കൃത്യമായി ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഓക്കെ മമ്മി, ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് നിഷി. ഇതേ തുടർന്ന് നിഷി കൃപയുടെ സൗഹൃദവും പിടിച്ചുപറ്റുന്നതിന് വേണ്ടിയുള്ള പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ക്രിഷ് ഇതേ സമയം നിഷിയുടെ നീക്കങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇതോടെ കൃപയെ ചെന്ന് കാണുന്ന ക്രിഷ്, എന്താണ് അവളുടെ മനസ്സിലിരിപ്പ് എന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായോ? അവൾ ഈ ചെയ്യുന്നതെല്ലാം വെറും ആക്ടിംഗ് ആണ്. അവളുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി വരികയാണ് എന്ന് ക്രിഷ് പറഞ്ഞതിനെ തുടർന്ന് അത് മനസ്സിലാക്കാൻ ഒന്നുമില്ല. ഈ വിവാഹം മുടക്കണം. മാത്രവുമല്ല ക്രിഷിന്റെ ജീവിതത്തിലേക്ക് തിരികെ കയറി പറ്റണം. ക്രിഷിന്റെ എക്സ് ഗേൾഫ്രണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹം മനസ്സിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് ഓ, അത് ശരി തന്നെയാണ്. പക്ഷെ എനിക്ക് ആ മാരണത്തെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു കളയണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഉള്ളത്. അതിനു വേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് ഇപ്രാവശ്യം മനസ്സിലെന്തോ കൽപ്പിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മറക്കണ്ട കൃഷേ. സൂക്ഷിച്ചില്ല എങ്കിൽ ചേട്ടൻ പെടും, അത് ഉറപ്പാ എന്ന് അറിയിക്കുന്നു. എന്നാൽ ഇതേ സമയമാകട്ടെ കൺമണിയുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ വന്ന് സംഭവിക്കുകയാണ്. കൺമണി ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയും അവിടേക്ക് ജോലിക്ക് പോവുകയാണ് എങ്കിൽ തനിക്ക് അപമാനം മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ഉടൻ ചെയ്യണമെന്നും കാര്യങ്ങൾ ഉടൻ ഒരു തീരുമാനമാക്കുന്നതിനായി ശ്രമിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന കൺമണിയുടെ അടുത്തേക്ക് വീണ്ടും ക്രിഷ് കടന്നു വരികയാണ്. അപ്രതീക്ഷിതമായ ക്രിഷിന്റെ വരവ്
ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ഇനി കൃഷിന് പറയാനുള്ളത് എന്ന് കൺമണി ചോദിക്കുന്നു. നീ എൻ്റെ ജീവൻ രക്ഷിച്ചു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിന്നോട് നന്ദി പറയാൻ എനിക്ക് ഒരു സമയം കിട്ടിയിരുന്നില്ല. ആ കാര്യം പറയുന്നതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. കൺമണി, എൻ്റെ ജീവൻ രക്ഷിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദി നിന്നോടുണ്ട്, കടപ്പാടും. അതൊന്നും അങ്ങനെ പറഞ്ഞാൽ തീരുകയില്ല. ആരും ഒരിക്കലും എനിക്ക് വേണ്ടി ഇങ്ങനെയൊരു ഉപകാരം ചെയ്തു തന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ നീ അത് എനിക്ക് വേണ്ടി ചെയ്തു. അതുകൊണ്ട് തന്നെ നിന്റെ കാര്യങ്ങൾ ഞാനിപ്പോൾ തിരിച്ചറിയുകയാണ് എന്നും നിന്നോട് ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറാവുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്ന് ക്രിഷ് ഇനി എങ്ങനെയാണ് മാനസിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്ന് ആലോചിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം മുടക്കിയില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാകുന്ന ക്രിഷ് ആകെ തകർന്ന് ഇരിക്കുകയാണ്. ഇതിനിടയിലാണ് കൺമണി സാഗറിനെയും സുജിയെയും ചെന്ന് കാണുന്നത്. ഇതോടെ എന്താണ് കൺമണി ഇപ്പോൾ മുഖം വാടിയിരിക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് നിഷിക്കും അതുപോലെ തന്നെ സംഗീതയ്ക്കും ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ മറ്റൊരു ഓഫീസിലേക്ക് മാറിയാലോ എന്ന് ആലോചിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അതിനുള്ള സമയം ആയിട്ടില്ല എന്നും അവർ പറയുന്നതൊന്നും വലിയ കാര്യമായി എടുക്കേണ്ടതില്ല എന്നും വ്യക്തമാക്കുന്ന സാഗർ, നീ ഇവിടെ ജോലി ചെയ്യുന്നത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അത് നീ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരാളുടെ വാക്കുകേട്ട് ഇവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ചു പോകുന്നത് ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയില്ല എന്ന് പറയുകയും കൺമണി ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഭാഗമാണ് എന്ന് അറിയിക്കുകയും ചെയ്തത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൺമണിയെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.